ഹായ് ഹലോ. അപ്പോൾ നിങ്ങളെല്ലാവരുടെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കുന്നത് 2 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം, അല്ലെ 3 ലിറ്റർ വെള്ളം കുടിക്കണം ഒരു ദിവസം എന്നൊക്കെ പല ആൾക്കാരും, ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും നിങ്ങളിത് കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമായിരിക്കും വെള്ളം നല്ല കുടിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനും ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ അത്രക്ക് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ അതിനോട് കിട്ടിയൊരു പണി എന്ന് പറഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിന്നൊരു പണി. ആ ഒരു പണി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറയണം, നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് വന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആ ഒരു കാര്യത്തിലേക്ക് അടുക്കുകയാണ്, എന്താ സംഭവം എന്നുള്ളത്. വേറൊന്നുമല്ല, ഞാൻ സംഭവം നമ്മളെന്താ നോർമലി ഏകദേശം ഒരു ഈവനിങ് നമ്മൾ ഫ്രീ ആയിങ്ങാണ്ട് വീട്ടിലോട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചിങ്ങാണ്ട് കിടന്നുറങ്ങും. രാവിലെ ആകുമ്പോഴത്തേക്ക് എന്തായി എണീറ്റിങ്ങാണ്ട് നമ്മൾ പോകും. അതല്ല പ്രോസസ്സ്. ഇതേപോലെ തന്നെ ഒരു ദിവസം വൈകുന്നേരം വന്ന് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എണീക്കാൻ നോക്കുമ്പോൾ നല്ല ചൂട്, ഫുൾ ബോഡി ചൂടാണ്. അപ്പം തന്നെ മനസ്സിലായി പനിയാണെന്നുള്ളത്. അപ്പോൾ പനിയല്ലേ, അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ല മഴയുണ്ട്. അപ്പം എന്ത് ചെയ്യും, ഒന്നുകൂടി പുതപ്പ് മൂടിയിട്ട് ഒന്നുകൂടി കിടന്നുറങ്ങും. അതല്ലേ നമ്മൾ പതിവ് അല്ലേ? അപ്പോൾ ഞാനും അതേപോലെ തന്നെ ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രമല്ല, നമ്മളെ പഴമക്കാർ നമ്മളോട് പറഞ്ഞ അമ്മനിക്കാർ ചെറുപ്പത്തിൽ ചെയ്തതായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, പല്ലുവേദന ആണെങ്കിൽ പോലും നമ്മൾ എന്താക്കണം, ആസ്വദിച്ചിങ്ങാണ്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. ആ ഒരു കൺസെപ്റ്റിലൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചൊക്കെ പനിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോഴത്തേക്ക് നമ്മളെന്താവും, കുറച്ച് എന്തെങ്കിലും ഒരു പൊടിക്കൈകൾ കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടി നോക്കും. ഒരു പാരസെറ്റാമോളൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങൂലേ. ആ ഒരു ടൈമായി കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെ പിടുത്തം വിടാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട്. അതായത് ചില ആൾക്കാർക്ക് അപ്പോഴത്തേക്ക് മാറിയൊക്കെ മാറിയിട്ടുണ്ടാവും, ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കേസാണ് പറഞ്ഞത്. എനിക്ക് ഇത്രയും കാലം വന്ന അൽഹംദുലില്ലാ അങ്ങനെ മാറിപ്പോയിട്ടുമുണ്ട്, പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ഇനി ആർക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അത് വേറെ കേസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിന് മുട്ടിൻ്റെതായിട്ടൊക്കെ ഒരു തളർച്ച തുടങ്ങി, ജസ്റ്റ് നല്ല തലവേദനയൊക്കെ വന്ന് അങ്ങനെ ഏകദേശം ഒരു ഈവനിങ് ആയാലും എൻ്റെ നിയർ ബൈ ഹോസ്പിറ്റൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആയി. അങ്ങനെ ജസ്റ്റ് ബൈക്ക് എടുത്തിങ്ങാണ്ട് അങ്ങോട്ട് പോകാനുള്ളൊരു മൂഡിൽ അങ്ങനെ ഇറങ്ങി പോയി. അവിടെ ഏകദേശം എത്തിയ സമയത്ത് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിങ്ങാണ്ട് കാഷ്വാലിറ്റിനെ പ്രതിനിധീകരിച്ചിങ്ങാണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ടൈമിങ്ങിൽ അതായത് സെക്യൂരിറ്റി ചേട്ടൻ മുതൽ അവിടെ ജസ്റ്റ് ബൈക്ക് പാർക്ക് ചെയ്ത സെക്യൂരിറ്റി ചേട്ടൻ മുതൽ ആ ഒരു നമ്മൾ കാഷ്വാലിറ്റിയിലേക്കുള്ള ആ ഒരു വാക്കിങ് പോലും നമുക്ക് എന്താ പറയുക, പോസിറ്റീവ് എനർജി അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അത്രയും നല്ല ഒരു നമുക്ക് അറ്റ്മോസ്ഫിയറും ആംബിയൻസും നമ്മങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അതിന് മുമ്പ് തന്നെ ഞാൻ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരാളെയുള്ളതോ വെറുപ്പിക്കാനുള്ളതോ അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള അല്ലട്ടോ. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ആദ്യം നിങ്ങളെ മനസ്സിലാക്കിയ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് രണ്ടിടത്തു നിന്നും കിട്ടിയ ഒരു അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റലിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുത്ത് പുറത്ത് പറയാത്തത്. പിന്നെ ഒരാളും എന്താ പറയുക, ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളൊരു സിറ്റുവേഷനോ സാഹചര്യങ്ങളോ ഒന്നും പഠിച്ചുണ്ടാക്കി തരാതിരിക്കട്ടെ എല്ലാവർക്കും എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അത് വേറെ സത്യം. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തി, കാഷ്വാലിറ്റിയിലേക്ക് എൻട്രി ചെയ്ത് അവിടെ എൻട്രി ചെയ്ത സമയത്തേക്ക് നല്ല ഒരു ഫീലോട് കൂടി കണ്ട് ഒരു നേഴ്സ് ചേച്ചി വന്ന് എന്നെ സംസാരിച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്നെ നേരെ ഒരു ബെഡിലേക്ക് കൊണ്ട് കിടത്തി. ബെഡിൽ നിന്ന് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഒരു ഡോക്ടർ വന്ന് ആൾ എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ്
ചോദിച്ചറിഞ്ഞ് എന്നോ പിന്നെ അതേപോലെ തന്നെ ആ ഡോക്ടർ പോയ ഗ്യാപ്പിൽ തന്നെ ഒരു വിത്തിൻ ഗ്യാപ്സിൽ വേറൊരു നേഴ്സ് വന്ന് എനിക്കൊരു IV എടുക്കാണ്ടെന്ന് പറഞ്ഞ് അത് ഇഞ്ചക്ഷൻ എടുത്ത് അതേപോലെ തന്നെ എനിക്ക് 2 ടെസ്റ്റും ഡോക്ടർ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ടെസ്റ്റ് ഇപ്പോൾ വേണ്ട, ഞാൻ നോക്കിയിട്ട് ചെയ്യാമെന്ന്. കാരണം പേടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, എങ്ങനെയാണ് ബില്ല് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതൊക്കെ നമുക്കറിയാലോ എന്തൊക്കെ ആണെങ്കിലും. അങ്ങനെ ഈ ഒരു IV ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏകദേശം ഒരു 20 മിനിറ്റോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ബോഡിയൊക്കെ ബാക്ക് ടു നോർമൽ ടെമ്പറേച്ചറിലേക്ക് എത്തി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യാതെ 2 ടെസ്റ്റും ചെയ്യാതെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ബാക്ക് റിട്ടേൺ ടു ഹോം അടിച്ച് വീട്ടിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയി ഏകദേശം ഒരു വൈകുന്നേരം ആയ സമയമായപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പനി കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞ് പിന്നെ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓരോരുത്തർ സംസാരിച്ചിട്ടും പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിൽ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 മണിയാട്ടോ. ഞാൻ എത്തിയ സമയം എന്ന് പറയുന്നത് 8 മണി എത്തിയിട്ട് ഇതേപോലെ തന്നെ കാഷ്വാലിറ്റിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സൈഡിലായിട്ട് ചെറിയൊരു അതായത് അവിടുത്തെ എന്തോ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടി കണ്ട് വെച്ചൊരു ജസ്റ്റ് ഒരു ചെയർ അതിൻ്റെ അത് സൈഡിൽ കണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ കയറി കാണിയായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെയുള്ള ആൾ ക്യൂവിൽ നിന്ന് ഡയറക്റ്റ് കാഷ്വാലിറ്റി വിസിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാറ്റഗറി ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. അതിനെക്കൊണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ പറഞ്ഞ പനിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞ് പനിയാന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ അവിടെ നിന്ന് ഞാൻ ഏകദേശം ഒരു 9-9:30 ആയിട്ടും ഒരു തരത്തിലും ഈ ക്യൂ അനങ്ങുന്നില്ല. ഇത് കണ്ടപ്പോൾ നോർമലി എല്ലാവർക്കും ദേഷ്യം വരൂലേ, അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ദേഷ്യം വന്ന് ഞാൻ എന്ത് ചെയ്ത് നേരെ കാഷ്വാലിറ്റീൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കാഷ്വാലിറ്റി യെല്ലോ സോണിലേക്ക് എത്തുന്നത്, റെഡ് സോണിലേക്ക് വേറെ ലെഫ്റ്റിലേക്കും കാണിക്കുന്നുണ്ട് റൂട്ട്. അപ്പോൾ അവിടെ കിടന്നുകാണ്ട് ഞാൻ കാണിച്ച് അവിടുന്ന് കുറച്ച് ഡോക്ടറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ സമയത്ത് ആൾ ജസ്റ്റ് എന്നെ ഒന്ന് പരിഗണിച്ച് എന്നെ 2 ടെസ്റ്റ് ഉണ്ട് അതൊന്നും ചെയ്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴും പുറത്ത് നിൽക്കുന്ന അത്രയും മെമ്പേഴ്സ് അവിടെ വെയിറ്റിംഗ് ആട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പന്നേക്കാട്ടിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് വന്നവരുണ്ട്, അരമണിക്കൂർ മുമ്പ് വന്നവരുണ്ട്, 10 മിനിറ്റ് മുമ്പ് വന്നവരുണ്ട്, ചിലപ്പോൾ 2 മണിക്കൂർ മുമ്പ് വന്നവരുണ്ടാവും. പല സമയക്കാരും ആയിരിക്കും, അത് വേറെ കേസ്. അപ്പോൾ എന്നെ എന്തായാലും അൽഹംദുലില്ലാ വിട്ട് ഞാൻ അവിടെ പോവുകയാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. സീസൺ ആയതുകൊണ്ട് ഡെങ്കിൻ്റെ ഒരു ടെസ്റ്റും ചെയ്യാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ യൂറിൻ ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് പോയാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന അവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്, ഒരു നേഴ്സ് ചേച്ചി. ആ ചേച്ചിനോട് ചോദിച്ചു അതായത് ബില്ല് കൊടുത്തോ, ഈ ബില്ല് പേ ചെയ്തായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ബില്ല് പേ ചെയ്തിട്ട് വാങ്ങാൻ. അങ്ങനെ ബില്ല് പേ ചെയ്തും കണ്ടാ വന്നു. ഒട്ടും വയ്യ നടക്കാനൊന്നും തീരെ വയ്യ കിടക്കാൻ. അങ്ങനെ തിരിച്ച് വന്ന് എന്നോട് പറഞ്ഞ് ഒരു ആക്ഷൻ വാന്ന്, ടോക്കൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ആക്ഷന്. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി കൈ എടുത്തുങ്ങാണ്ട് അതും കൈയോ ആളെടുത്തുങ്ങാണ്ട് ആ ടേബിളിന് മുകളിലേക്ക് വെച്ച് ആളെ പരിപാടി കഴിഞ്ഞ് ഒരു ബോട്ടിൽ തന്ന് എന്നോട് പറഞ്ഞ് യൂറിൻ എടുത്തിട്ട് വരാൻ പറഞ്ഞ് ഞാൻ ബാത്റൂം ചോദിച്ചപ്പോഴത്തേക്ക് ആള് ആക്ഷൻ ഇട്ട്. പിന്നെ ആക്ഷനിൽ ഞാൻ പോയി. അതോ ബാത്റൂം ഒന്നും പറയണ്ട, അത് വേറെ കേസ്, അത് പോട്ടെ. അങ്ങനെ അവിടെ എടുത്തുങ്ങാണ്ട് കൊടുത്ത് അത് കഴിഞ്ഞാണ്ട് പിന്നെ എന്നോട് പറയുന്നത് പിന്നെ ഗ്രീൻ വാർഡിലേക്ക് ഒരു സോണോ എന്തോ ഒരു സംഭവം ഗ്രീൻ സോണിലോട്ട് ചെല്ലുന്നതാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബാക്കിൽ. അങ്ങനെ അവിടേക്ക് കയറിയപ്പോഴത്തേക്ക് ഞാൻ നോക്കുന്ന കുറേ ഇത് ബെഡ്സ് ഉണ്ട് അവിടെ, ബെഡുകളിലെ കുറേ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഏകദേശം എല്ലാം ഫുള്ളാട്ടോ, ഏകദേശം എല്ലാ ബെഡും ഫുള്ളാണ്.
അതിൽ ഞാനിങ്ങനെ നടന്നു പോകുന്നേരം ഒരു ബെഡിൽ നിന്ന് ഒരു പേഷ്യൻ്റ് ഇറങ്ങിയിട്ട് പോകുന്നുണ്ട്. അതായത് ഇറങ്ങിങ്ങാണ്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഇങ്ങനെ ഇറങ്ങിങ്ങാണ്ട് നിന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് ആ ബെഡിലേക്ക് കിടന്നു എന്ന് പറഞ്ഞു നൈസ്. അങ്ങനെ ആ ബെഡിലോട്ട് കിടന്ന് പിന്നെ വന്നുങ്ങാണ്ട് ഒരു ജസ്റ്റ് സെക്കൻഡ് വന്ന് ഒരു നൈസ് വന്നുങ്ങാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്ത് എപ്പോഴാണ് നിങ്ങളെ ബ്ലഡിൻ്റെ റിസൾട്ട് വരികയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു ഒരു 11:30 പറഞ്ഞതാണ്. ഓക്കെ എന്നാണ്. അപ്പോൾ അവിടെ റെസ്റ്റ് ചെയ്തു വന്നു. ആ ബെഡിൽ തന്നെ ഞാൻ കിടന്ന് 2 മണിക്കൂർ കിടക്കുക, അല്ലാണ്ട് ഒരു ഓപ്ഷനില്ല. അവിടെ നിൽക്കാൻ പറ്റുമോ? എന്താ ഇത്? എനിക്ക് വേറെ ബെഡ് വേണമെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പറയാൻ പറ്റുക? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ കിടന്ന് 2 മണിക്കൂർ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് തള്ളി നീക്കി. അത് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പം ബ്ലഡ് റിസൾട്ടും വന്ന് യൂറിൻ്റെ റിസൾട്ടുകൾ രണ്ടും വന്ന് ആ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ നേരെ വന്ന് അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആയിക്കോട്ടെ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കി നോക്കി കുറച്ച് ദിവസം ഒന്ന് ജസ്റ്റ് ഈ കോഴ്സ് ഒരു ഡേറ്റ് തന്നാണ്. ആ ഡേറ്റ് വരെ ജസ്റ്റ് ഒന്ന് മെഡിസിൻ ഒന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് പറയുന്നുള്ള ഒരു സ്കീം പറഞ്ഞാണ്. അപ്പോൾ അത് കഴിഞ്ഞാണ്ട് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരുകയും ചെയ്ത് അൽഹംദുലില്ലാ. അത് കഴിഞ്ഞാണ്ട് 2-ാം ദിവസമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. ആ വീട്ടിലെത്തിയതിൻ്റെ 2-ാം ദിവസമാണ് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 2 ഹോസ്പിറ്റലിൽ ഞാൻ പോയി. ഒന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോയി, ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ പോയി. അത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലെടുത്ത് എനിക്ക് ഏകദേശം ഞാനാകെ 20 മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്ത് ആകെ ഞാൻ അവിടെ നിൽക്കി കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു IV ഒരു ഇഞ്ചക്ഷനും അതേപോലെ തന്നെ ഒരു 5 പീസ് പാരസെറ്റാമോൾ വഴി കിട്ടിയത്. അതിന് ഏകദേശമൊക്കെ ആയത് 1200 റുപ്യൻ്റെ അടുത്തൊക്കെ ആയത്. നേരെ മറിച്ച് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെത്തിയാലും എനിക്ക് ഈ ടെസ്റ്റും എൻ്റെ യാത്രാ ചിലവ് എല്ലാം കൂടി മൊത്തത്തിലേക്ക് വന്നേരം ഏകദേശം ഒരു 1800-1700 ആ റേഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ. മൊത്തത്തിൽ അത്രേ വന്നിട്ടുണ്ടാവും. പക്ഷേ 1200-ന് പ്രൈവറ്റിൽ ഞാൻ പോയി കണ്ടു നിന്നപ്പോൾ എനിക്ക് കിട്ടിയ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും, അതായത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ചുമ ആണെങ്കിൽ പോലും അത് നിങ്ങൾ പരിഗണിക്കാൻ ഒരാളവിടെ നിങ്ങളെ മുമ്പിൽ പ്രസൻ്റ് ആകാണ് നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ. ആ പൈസ നിങ്ങളെടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടി? അവിടെ ഒരു പരിഗണന കിട്ടല്ലേ വേണ്ടി? അവിടെ 8 മണിക്ക് എത്തി ഞങ്ങൾ 9:30 മണിക്ക് കാണിക്കാൻ ഞാൻ വാശി പിടിച്ച് ഞാൻ ഉള്ളിലേക്ക് കയറിയ, അല്ലെങ്കിൽ ഞാൻ 9:30 ഞാൻ കാണിക്കൂല. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 11:30 മണിക്ക് ഞങ്ങൾ ഡിസ്ചാർജ് കിട്ടിങ്ങാണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 11:35-40 ആ സമയത്ത് എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ചേട്ടന് അവിടെ നിന്ന് കാണിച്ചും കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നത് ഞാൻ കണ്ടതാണ് ആ സമയത്ത്. അപ്പം അങ്ങൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മണിക്കൂർ ആ ആളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവുമെന്ന്, എത്ര മണിക്കൂർ മുമ്പ് ആൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ എക്സ്ട്രാ ഒരു ചെറിയ ഫെസിലിറ്റിൻ്റെ കുറവാണ്. ഒരു മെഡിക്കൽ ഓഫീസർ, അതായത് ഒരു മെഡിക്കൽ ഓഫീസറേയും കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നേരെ പകുതിയായിട്ടുണ്ടാവില്ലേ? ആളും വയ്യാതെ വന്നായിരിക്കുമല്ലോ എന്തായാലും. അതേപോലെ തന്നെ ഒരു നമ്മൾ ട്രോളിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പ് എന്തോ ബ്ലഡൊക്കെ പറ്റി പിടിച്ചിങ്ങാണ്ട് അതൊന്നും കേകിയിട്ടില്ല. ഒരു പേഷ്യൻ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ അകത്തുള്ളൊരു ജസ്റ്റ് എന്തെങ്കിലും അതാക്കിങ്ങാണ്ട് ജസ്റ്റ് ആ തുണി മാത്രം ഒന്ന് മാറ്റിയാൽ പോരെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോരം രോഗികൾ വരുന്നതാ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ടെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ കിടന്നതിൻ്റെ മുകളിലേക്ക് അടുത്ത ആൾ വരും കിടക്കും. ഇതല്ലേ അവസ്ഥ? ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് സാധാരണക്കാരൻ്റെ ഒരവസ്ഥ കൊണ്ട് മാത്രമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ പോകുന്നത്, അല്ലേ? പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകില്ല. പൈസ ഉള്ള ആൾക്കാർ ഒരിക്കലും പോകുന്നുമില്ല. കാരണം എന്താ? അവിടുത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിങ്ങാണ്ട് നിങ്ങൾ തുറന്നു വെച്ച ഈ ഒരു സംഭവം
ചെറിയ ചെറിയ തെറ്റുകൾ കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രക്കും മോശാവസ്ഥയിലേക്ക് ആ ഒരു സ്ഥാപനത്തെ നിങ്ങൾ നയിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.